സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയെയാണ്. അത് ഈ അടുത്തിടെ റിലീസായി വളരെ ഹിറ്റായി ഓടിയ ഒരു സിനിമയാണ് ആടുജീവിതം. അതൊരു വ്യക്തിയുടെ പ്രവാസ ജീവിതത്തിലുണ്ടായ അനുഭവ കഥയാണ് അതിൽ വിവരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ വ്യക്തിയുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ആ അനുഭവസ്ഥനും ആ കഥാപാത്രവുമായി മാറിയ നജീബിക്കയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്പിരിറ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇക്ക, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ലോക ജനങ്ങൾ തന്നെ ഈ ഒരൊറ്റ സിനിമ കൊണ്ട് അങ്ങയുടെ കഥ മൂലം അറിയുവാൻ കഴിച്ചു. അപ്പോൾ ഇത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അവർക്ക് ഇത് കാണാത്ത പ്രേക്ഷകർക്ക് അങ്ങയുടെ ആ ആടി ജീവിതം, ആ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതെങ്ങനെയായിരുന്നു ഈ ഗൾഫിൽ വെച്ചുണ്ടായ അനുഭവങ്ങളിൽ? എങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ജോലിക്കാണ് അങ്ങ് പോയത്? ഇപ്പോഴ് സിനിമ അനുഭവ കഥകളെല്ലാവരും ഒരുപാട് ആൾക്കാരെല്ലാം യൂട്യൂബിലൂടെയും ചാനലിലൂടെയൊക്കെ എല്ലാവരും കണ്ടറിഞ്ഞതാണ്. സിനിമ ഇറങ്ങി, സിനിമ ഹിറ്റായി, എല്ലാം നല്ല രീതിയിലെല്ലാം ഓടി, നല്ല കളക്ഷനും എല്ലാം കിട്ടി. ലോകം മൊത്തം അറിയാനും പറ്റിയ ഒരു സിനിമയാണ് ആടുജീവിതം എന്ന സിനിമ. അപ്പോൾ അത് ഞാൻ അതേപോലെ കഷ്ടപ്പെട്ട് 1993 ഗൾഫിൽ പോയി ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങി. ബോംബെയിൽ നിന്നാണ് പോയത്. ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പക്ഷേ എയർപോർട്ടിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരാൻ കുറച്ച് താമസിച്ചു പോയി. അങ്ങനെ ഞാനിങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു അറബി എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ ഇത് ഓർത്ത് ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ചോദിച്ചു. ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ ആമിലാന്നും പറഞ്ഞു. അറബിയിൽ ഇങ്ങനെ പറഞ്ഞു, ആമിലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കയറ്റിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അന്ന് നല്ല ഒരു വേഷത്തിലൊക്കെയാണ് ഈ ഒരു വണ്ടിയിലൊക്കെ പൊന്നി വന്ന് എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ പോക്ക് ഞാനന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെ കണ്ട ആൾക്കാരും ആ എയർപോർട്ടും അല്ലാതെ പിന്നെ ഞാൻ ആ വണ്ടി കയറി കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മരുഭൂമി കൂടി വണ്ടി അങ്ങ് ഓടുവാണ്. അങ്ങനെ ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലന്നേരം ഇങ്ങനെ വെപ്രാളം കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇത് എവിടെ, ഈ സ്ഥലത്താണെന്നൊക്കെ എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുവാണ്. അപ്പം ഞാൻ അന്ന് ഇതുപോലെ കേട്ടിട്ടുണ്ടിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ ആൾക്കാർ പോയി അടമയ്ക്കാൻ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അതെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെപ്രാളം എനിക്കിങ്ങനെ കയറുക. വെറും മരുഭൂമികളിൽ തന്നെ ഈ വണ്ടി ഓടുകയാണ്, അല്ലാതെ ഒരു ബിൽഡിങ്ങോ ഒന്നും കാണാനില്ല. അങ്ങനെ മണിക്കൂറുകളായി വണ്ടി ഓടിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ്. ഞാനന്ന് ആ വണ്ടി വെച്ച് ഇങ്ങനെ ഉദ്ദേശിച്ച അതേപോലെ തന്നെയാണ്. ചെന്നപ്പോൾ ഒരു 10-700 ആടും ഒരു 10-24 ഒട്ടകവും ഉണ്ട്. ഒരു രൂപത്തിൽ ഒരു മനുഷ്യനോടെ നിൽപ്പുണ്ട്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞ് ഞാൻ തലയിട്ട് അടിച്ച് കരയുവാണ്. കാരണം ഞാൻ പെട്ടുപോയി, ഇനി രക്ഷപ്പെടാൻ പാടാണെന്ന്. എൻ്റെ പാസ്പോർട്ടും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഈ ഒരു മനുഷ്യനെ ഞാനിങ്ങനെ കാണുന്ന മനുഷ്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും വയ്യ. ഒരു ആകപ്പാട് ഇപ്പം എല്ലാം വളർന്ന് മൊത്തം താടിയും ഇതെല്ലാം വളർന്ന് രൂപമായിട്ടൊരു നാളെ നിൽക്കും. അപ്പോഴൊന്നും സംസാരിച്ചിട്ട് രാത്രി സന്ധ്യ കഴിഞ്ഞന്നേരം നേരെ ഇരട്ടി. അപ്പോൾ ആ ആടിൻ്റെ അടുത്ത് 2 കട്ടിലിങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഭയങ്കര 10-200 എണ്ണം ഇത് ആടിങ്ങനെ ഒരേ കൂട്ടി കിടപ്പുണ്ട്. ഇദ്ദേഹം പിന്നെ അന്ന് അദ്ദേഹം ആ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൾ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നേരെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ അവിടെ വേറെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ടെൻ്റ് അടിച്ചതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് പേടിച്ചു പോയി. അവിടെ വേഷങ്ങളും മറ്റേതെല്ലാം കണ്ടപ്പോൾ ഒരു നമ്മുടെ ഒരു വേഷമൊന്നുമില്ല. അതുപോലെ ഒരു രൂപയെ പോലെ ആളെങ്ങനെ. അങ്ങനെ എന്തായാലും ഞാൻ കരഞ്ഞ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടുന്ന് വരുമ്പോഴും എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പം പിന്നെ അത് വീട്ടിൽ നിന്ന് അറിയിപ്പിക്കുന്ന ഇതൊക്കെ അവരുടെ വെപ്രാളവും പരവേഷമൊക്കെ എന്തായിരിക്കും എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുവാണ്. അപ്പം ഞാൻ കരയെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. എങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മാനം മുട്ടി കിടക്കുന്ന പോലെയൊക്കെ തോന്നുവാണ്. അല്ലാതെ ആരും ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സൗകര്യം ആരും കാണുന്നൊന്നുമില്ല. അങ്ങനെ പിറ്റേന്ന് ഇങ്ങനെ കരഞ്ഞ് ആ കട്ടിലെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി. വെളുപ്പാങ്കാലമായപ്പോൾ ഒന്ന് മയങ്ങി.
ഞാനിവിടുന്ന് കൊണ്ടുപോയി ഇച്ചിരി അവലൂസ് പോലെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വാരി തിന്നിട്ട് മാറി വെള്ളവും കുടിച്ചോണ്ട് മാറി അങ്ങനെ ഇരുന്നു. അപ്പം തൊട്ടടുത്ത് ഒരു പാതിരാത്രിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ പിന്നെ ഞാൻ നേരം വെള്ളത്തിൽ നീറ്റ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അവിടെ കണ്ടില്ല. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അയാളെ പറഞ്ഞങ്ങ് വിട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ഇവരുടെ വിസ ഒന്നുമല്ല, വിസക്കാരൊന്നും അല്ല ഇത്, നമ്മുടെ ഒറിജിനൽ വിസയ്ക്ക് വരുന്ന അറബികളൊന്നും അല്ല. എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ശമ്പളവും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഭക്ഷണവും കൊടുക്കാതിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരുവിധം അവൻ അവശനാകുമ്പോൾ അവനെ ഇങ്ങനെ പറഞ്ഞങ്ങ് കൊണ്ടുവിടുന്ന ഒരു സമ്പ്രദായമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ എനിക്കും പറ്റിയ അതുപോലെ തന്നെയാണ്, ആർക്കൊന്ന് പറയാനാണ്. അങ്ങനെ പിറ്റേന്ന് നേരം എടുത്തപ്പോൾ എൻ്റെ അടുത്തൊരു പാത്രം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ് ഇതിനെ പിഴിയാൻ പറയും. അപ്പോഴും ഞാൻ കരയുക. ഞാൻ കരയുന്നപ്പോൾ ഇതാക്കത്തിന് ദേഷ്യം കയറുക ഈ അറബിക്ക്, അങ്ങനെ ദേഷ്യം കയറുക. അങ്ങനെ പിന്നെ ഞാനത് പിറ്റേ ആടിനെ ചെന്ന് പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല. അങ്ങനെ പാല് വരാതിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഇപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, ദേഷ്യത്തോടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അയാൾ തന്നെ പിഴിയുന്നത് തന്നെ ഈ കുടിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കുട്ടികൾക്കൊന്നും കൊടുക്കാനൊന്നുമല്ല, കുടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പിഴിഞ്ഞ പിറ്റേന്ന് അങ്ങനെ തട്ടിയും മുട്ടിയും പോയി. അന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോയി, കുറച്ച് ആടിനെയും കൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട്. അപ്പോഴാണ് ഞാൻ കരഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. അതെ അതെ അതെ, ആടിനെ മേയ്ക്കുന്നത് പിന്നെ നോക്കുന്ന ജോലിയും അതേ ഉള്ളൂ. ആരുമായിട്ടൊരു ഇതൊന്നുമില്ല, ആടും ഞാനുമായിട്ടുള്ള ജീവിതം മാത്രം. ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ചാടാൻ ഒരു ഇതും കിട്ടുന്നില്ല, കാരണം ഇദ്ദേഹം അവിടുന്ന് പോകുന്നില്ല. 2-3 ദിവസം ഇരിക്കുമ്പോൾ മറ്റേ ആളാ ഭക്ഷണം കൊണ്ട് ഇയാൾക്ക് കുബൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നമുക്കും കുബൂസൊക്കെ തരുന്നേക്ക്. ഈ കുബൂസ് 2-3 ദിവസം ഉണങ്ങിപ്പോവുക. അതൊക്കെ വലിയ ആഹാരമൊന്നും കഴിച്ചിട്ട് പോലുമില്ല, കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ദിവസങ്ങളിങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ പിഴിയാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞെക്കിയപ്പോൾ പാല് വരുന്നില്ല. അപ്പോഴിവനെ നേരത്തെ കാട്ടി ഭയങ്കര ദേഷ്യത്തെ പിടിച്ചു വെച്ച് 3-ാമത്തെ ദിവസം ഇതുപോലെ മെലിഞ്ഞപ്പോൾ പാല് വരുന്നത്. അപ്പോൾ എന്നെ തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്തു, അടിച്ച്. അങ്ങനെ ഞാൻ കരഞ്ഞ് ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ വലുപ്പം കൊണ്ടാണ് പിന്നെ 4-ാമത്തെ ദിവസം പാല് കിട്ടി. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ഒരു മറ്റത്തൊക്കെ പാല് പിഴിയും. പിന്നെ നമ്മുടെ വെപ്രാളം കൊണ്ട് ചിലപ്പോൾ ഇനിയും അടി ഒരുപാട് കിട്ടുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അടിച്ച് കൊന്നു കഴിഞ്ഞാലും ആരും അറിയില്ല. അപ്പം ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്നല്ലേ എയർപോർട്ടിൽ അന്ന് ഇങ്ങനെ കൊണ്ടുപോയായിട്ട് ആരും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കൊണ്ടുപോയായിട്ടുള്ള. സർക്കാരിന് പോലും അറിയില്ല. ഇല്ല, സർക്കാരിന് അങ്ങനെ അറിയാൻ. അവര് അന്നത്തെ ഈ നമ്മളിപ്പോൾ പറയാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, കുറഞ്ഞ ആൾക്കാരുണ്ട്, അല്ലാതെ അവിടുത്തെ അറബികളല്ല, നല്ല അറബികൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടല്ലോ ഇതേപോലത്തെ 2 ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ദ്രോഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു സംഭവമാണ് എനിക്കും പറ്റിയത്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ പിഴിയുന്നതും പിന്നെ ഇതിനെ കൊണ്ടുപോകുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത, ഞാൻ എൻ്റെ വീട്ടുകാരെ എന്നെ എങ്ങനെ അറിയിപ്പിക്കും. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതായിട്ട് ഞാൻ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയതായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു പയ്യനുണ്ടായിരുന്നു അന്ന്. അവൻ അബായിക്ക് പോകാനുള്ളതാണ്. അപ്പം ഞാനിവിടെ ഇറങ്ങിയതായിട്ട് അവനറിയാം. അങ്ങനെ അവനറിഞ്ഞാണ് ഞാൻ ഇവിടെ നാട്ടിലറിഞ്ഞത്, ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഇവരെ അറിയുന്നത്. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ഒരു 3 മാസമായപ്പോൾ ഒരു പാകിസ്ഥാനി പോച്ചയായിട്ട് അവിടെ വരും, ഒരു വലിയ വണ്ടിയിൽ പോച്ചയായിട്ട് വന്നിട്ട്. അപ്പോഴും ഞാനാണ് പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുത്തും എന്നുള്ളൊരു പ്രതീക്ഷ എന്നൊരു എൻ്റെ മനസ്സിൽ. പക്ഷേ കൈപൊക്കി കാണിച്ചപ്പോൾ അദ്ദേഹം കൈപൊക്കി പിന്നെ ഞാനൊരു കത്തെടുത്ത് ഇങ്ങനെ കാണിച്ച്. അപ്പം അതിന് മുമ്പ് ഞാൻ 2 കത്തെഴുതി പുള്ളിയുടെ കൊടുത്തത് വലിച്ചേറി കളഞ്ഞു, അയച്ചതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കത്തിനകത്ത് ഞാനിതുപോലെ കുറച്ച് അത് എഴുതി ഇങ്ങനെ വെച്ച്, ഇതുപോലെ ഞാൻ പെട്ട് കിടക്കുവാണ്, ഞാൻ ഇതിനു മുമ്പ് 2 കത്ത് അയച്ചാൽ കൊടുത്തത് കീറിക്കളഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു കത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാൻ പോവാണ്, അത് കിട്ടിയാൽ കിട്ടി, പിന്നെ എന്നേ ഉള്ളൂ, അല്ലാതെ പ്രതീക്ഷയില്ല. പിന്നെ അതുപോലെ ആട് മേയ്ക്കലാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഇനി അല്ലാതെ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ രക്ഷപ്പെട്ട് വരും, ആരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞൊരു കത്ത്, ചെറിയ കുറഞ്ഞ വാക്കിലൊരു കത്ത് എഴുതി. ഏതായാലും ആ പാകിസ്ഥാനിലെ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ അന്നത്തെ ആ രൂപവും അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇതുപോലെ പെട്ട് കിടക്കുവാണ്, വീട്ടുകാർ ഇനി അറിയിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ വെച്ച് അദ്ദേഹം ആ കത്ത് അയച്ച്. ആ കത്ത് ഞാൻ അയച്ചെന്നൊന്നും ഞാൻ അറിയത്തില്ല. കത്ത് അദ്ദേഹം കൊണ്ടുപോയി സ്റ്റാമ്പ് അടിച്ച് അദ്ദേഹം അത് അയച്ചു. എൻ്റെ ഇവിടുത്തെ നാട്ടിലെ അഡ്രസ്സ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ അവിടെ നമുക്ക് തിരിച്ചു വരാനുള്ള അഡ്രസ്സ് ഇല്ല. അങ്ങനെ ആ ഒരു കത്ത് ഇവിടെ കിട്ടി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അന്നേരം എൻ്റെ ഭാര്യ പ്രസവിക്കാറൊക്കെ ആയി. എന്നും എൻ്റെ മാമ ഇവിടെ തിരക്കി വരുവാണ്, പിന്നെ ഭാര്യയുടെ വാപ്പ വരുവാണ്, ഇതുപോലെ വിവരം അറിഞ്ഞെന്നും ഒരു മുട്ടത്താണ് താമസിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന അവരുടെ അവസ്ഥയെ പറ്റി നമുക്കൊന്നും പറയാനൊക്കത്തില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയ്ക്കുള്ള വിഷമ സ്ഥിതിയായിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഏതായാലും ആ കത്ത് കിട്ടിയപ്പോൾ ചെറിയ സമാനം കിട്ടി, ഇതുപോലെ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ഇത് കിട്ടി. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 5-6 മാസമായപ്പോൾ ചാടാനുള്ളൊരു പരിശ്രമം നടത്തി. അതിൽ നടത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് പട്ടിയൊക്കെ ഉള്ള ഗേറ്റ് ഇങ്ങനെ ആടിൻ്റെ അടുത്ത് ഇങ്ങനെ അകത്തോട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് അങ്ങ് പൂട്ടിയിടും. അപ്പോൾ ആ ചങ്ങല കിലിങ്ങുന്ന സൗണ്ട് വരുന്നുണ്ട്. ഇയാൾ ഇറങ്ങി ഓടി വന്നിട്ട് തോക്കുമായിട്ടാണ് വന്നു. എന്നിട്ട് എന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് അറബിയിലൊക്കെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ചാടുന്നതിൻ്റെ ഇത് വെച്ച് ഒരുപാട് ചീട്ടി അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴ് പിന്നെ ഞാൻ എന്താ ചെയ്യാനാണ്, കരഞ്ഞ് എൻ്റെ ആ ഇതും പോയി. ഞാൻ എന്താ തെറ്റിയതൊക്കെ ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്. ഞാൻ നാട്ടിൽ ആർക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മുടേതായ ജീവിതം നയിച്ച് എൻ്റെ നമ്മൾ പള്ളിയിലും പോയി എല്ലാം പോയി നല്ല ഇതായിട്ട് കാണുന്ന ആളായിരുന്നു. അങ്ങനെ എനിക്ക് എങ്ങനെ എന്ത് സംഭവിച്ചു പോയത്, ഞാൻ എന്ത് തെറ്റിയതിട്ട് എനിക്ക് ഈ വിധി വന്നതെന്നൊക്കെ ഉള്ള ആ മനസ്സിനുള്ള വെപ്രാളം പ്രാർത്ഥനയും മാത്രമായിരുന്നു. ഇതിനിടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആദ്യം 2-3 ദിവസം ഈ ആടിനെ കറന്നിട്ട് പാല് വന്നില്ല, പിന്നീട് അത് സംഭവിച്ചു, പിന്നീട് അത് പിന്നെ കറന്ന് പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അതുമായിട്ട് പിന്നെ നമ്മൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ്, അള്ളാഹുവേ ഇനി വന്നില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും, അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ദൈവത്തിനെ വിളിച്ചുകൊണ്ടുള്ള പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ പെട്ടെന്ന് പഠിച്ച് അതെങ്ങനെ ഞെക്കിയാലാ വരുന്നതെന്നുള്ള രീതി ആ ഭയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുത്ത്. അപ്പം അന്നേരം ഒരു സന്തോഷമായി. ഇനിയപ്പോൾ അതിനകത്ത് നമുക്ക് കുഴപ്പം വരത്തില്ല. പിന്നെ 10-200 ആടിനെ കൊണ്ട് ഇങ്ങനെ പോവും. തീറ്റ ഇങ്ങനെ കുറച്ച് ഒന്നും കഴിക്കാനും ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ വേറെ മണക്കൂടെ ഇങ്ങനെ നടത്തിക്കുവാനിട്ട് ഇദ്ദേഹം ഒരു വണ്ടി ചിലപ്പോൾ ഞാൻ എത്ര ദൂരത്തോട്ട് പോവുകയാണെങ്കിൽ ബൈനോക്കുലറൊക്കെ ഉണ്ട്, അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും എവിടോട്ടാണ് പോകണേന്നും നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചാടിപ്പാണെന്ന് ഒരു രക്ഷയില്ല. ചേട്ടാ ഇങ്ങോട്ടൊന്നും ചാടിപ്പോന്ന് എങ്ങോട്ട് ചാടിപ്പാണെന്നുള്ള രക്ഷ അതൊന്നുമില്ല. മരുഭൂമി ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഈ മാനങ്ങൾ മുട്ടിക്കിടക്കുന്നത് നമുക്ക് തോന്നുവാണ്. ഒരു ബിൽഡിങ് ഒന്നും കാണാനില്ല. അങ്ങനെ ഈ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് പല പ്രാവശ്യവും ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കും, ഞാൻ എന്തെങ്കിലും ഒരു വർഷം രക്ഷപ്പെട്ടതാ വരുവാണെങ്കിൽ ആദ്യമായിട്ട് കിടക്കുന്ന കുഞ്ഞല്ലേ, അപ്പോൾ അതിനെ കാണാൻ പറ്റും എന്നുള്ള ആ മനസ്സിൻ്റെ ഒരു ഇത്. അന്ന് അതിൽ പിന്മാറി പിന്നെ ഞാൻ തിരിച്ചു വരുവാണ്. അതെ ആ കുഞ്ഞിൻ്റെ രൂപമാണ് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇന്ന ദിവസം ഏതാണ്ട് ദിവസമാണ്, അതൊന്നും നമുക്കറിയത്തില്ല. വിശേഷ ദിവസമാണ് ഏതാണെന്ന് അറിയത്തില്ല. ബാങ്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ നേരെ ഉദിക്കുന്ന അസ്തമിക്കുന്ന ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ പിന്നെ കുറച്ച് നാളിങ്ങനെ കഴിയുന്ന ഇപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ശമ്പളത്തിൻ്റെ എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ വലുതായിട്ടൊന്ന് ഭാഷയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആകൃതിയൊക്കെ കാണിച്ചിട്ട് അദ്ദേഹം എന്നെ അടിച്ചോടിക്കുന്ന പോലെ ആട്ടി ഓടിക്കുവാണ്. എന്ത് ചെയ്യാൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണെന്ന് നമുക്ക് അന്നേരം മനസ്സിലായി. പിന്നെ ദൈവത്തിനെ വിളിച്ച് അങ്ങനെ ഈ ചില പാമ്പുകളൊക്കെ ആടിനെ കൊല്ലും. ഈ രാത്രിയൊക്കെ ആടിനെ കടിച്ച് ഒരുപാട് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പാമ്പിനെ കൊന്നിട്ടുമുണ്ട്. അങ്ങനെ പിന്നെ ഞാനിത് അടുത്ത് ഒരു ദിവസം ആത്മഹത്യ ഒരുപാട് 5-6 വട്ടം ശ്രമിച്ചപ്പോഴൊക്കെ ഈ കുഞ്ഞിൻ്റെ കാര്യം മനസ്സിൽ ഓർമ്മ വരുവാണ്. അപ്പോൾ അന്നേരം പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പം നമ്മുടെ മതം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിലിൽ ഇറങ്ങി താഴെ മണ്ണിൽ കിടന്നിട്ടുണ്ട്. കട്ടിലിൽ മുകളിലോട്ട് നോക്കുമ്പോൾ പ്ലെയിൻ പോകുന്നതായിട്ട് കാണാം. എല്ലാ റൂമൊന്നുമില്ല. ഒരു എന്തോ പലക പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് പോയി മഴ പെയ്യുമ്പോഴും വെയിലത്തൊക്കെ പോയിരിക്കുന്നു അതിനകത്ത്. അങ്ങനെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയും വെയിലും എല്ലാം അങ്ങനെ ഒരുപാട് മഴയൊന്നും പെയ്തിട്ടില്ല. വെയില് പിന്നെ നല്ല ശരി വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആടിനെ കൊണ്ട് ഇങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വായിൽ നിന്ന് ഇങ്ങനെ പഴ വരുന്നില്ല, വെള്ളമൊക്കെ കൊണ്ടുപോയി നമ്മൾ തീർന്നു പോകും. അപ്പോൾ അതുപോലത്തെ ചൂടുമാണ്, വെയിലാണ്. എന്തോ ഭാഗ്യത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിനൊരു കഴിവ് മാത്രമാണ്, അല്ലാതെ എൻ്റെ ഒരു കഴിവൊന്നുമല്ല. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനൊരു മാർഗം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനൊരു ജീവിതം ഉണ്ട്, എന്തൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോകും എന്നുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു അങ്ങനെ ഇനി കുഴപ്പമില്ല, ജീവിച്ചങ്ങ് പോകാം. മരുന്നെങ്കിൽ മരുന്നെടുത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് പൊരുത്തപ്പെട്ട് പോകാനും.
അങ്ങനെ ഒരു ആട്ടിൻകുട്ടി ഒരു കുട്ടിയെ പ്രസവിച്ച ഒരു ആൺകുട്ടി, ഒരു വെളുത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ നബീൽ എന്ന് പേരിട്ടിട്ട് ഞാൻ നല്ലൊരു ഞാൻ ഈ മറ്റേനെ എല്ലാ താലോചനക്കാട്ടും നല്ല രീതിയിൽ ഇതിനെ നല്ല എൻ്റെ ഒരു മകനെ പോലെ ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാണ്. നമ്മുടെ കുഞ്ഞിനെ ആട് കണ്ടു. അങ്ങനെ ആ ആടിനെ ഞാനിങ്ങനെ എൻ്റെ ഒരു മകനെ പോലെ എപ്പോഴും വിളിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തടയിൽ നടക്കുവാണ്. അങ്ങനെ പിന്നെ അതിനെ വളർന്ന് അതിനെ വിൽക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. കാരണം അതിനെ കൊണ്ടുപോയപ്പോഴും നല്ല ഒരു ഇതായിരുന്നു. നല്ല അവർക്ക് ഇത് ബിസിനസ് അല്ലേ. അപ്പൊ മറ്റേ എന്നെ അന്ന് കൊണ്ടുപോകുന്ന ആളാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇവിടുത്തെ ജനം പോത്തില്ല. ഇയാൾ എവിടെങ്കിലും പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ ആളവിടെ കാണും. അങ്ങനെ സംഭവം. അങ്ങനെ ചാടാനൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാനങ്ങ് അവശനായി. പിന്നെ എനിക്ക് പിന്നെ അങ്ങൊരു ആരോഗ്യമില്ല, അങ്ങ് അസ്ഥികൂടം പോലായിട്ട് മുടി താഴെല്ലാം വന്ന ആപ്പാട് കീറുമായിട്ടൊക്കെ. നമ്മളും ആടുമായിട്ട് പോലെ ആ സ്മെല്ല് തന്നെ നമുക്കും ആടിന് ഒരേ സ്മെല്ലും. പിന്നെ ആട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 കാലം നടക്കുന്നു, നമ്മൾ 2 കാലം നടക്കുന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുളിയും മറ്റു പ്രാഥമിക ഒന്നുമില്ല. വെറും അനുഭവം നടപ്പ് പിന്നെ അപ്പിടാൻ പോകും. പിന്നെ കഴിവൊക്കെ കണക്കൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മളവിടുത്തെ അവരായിട്ട് പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോയി പകുതി നമ്മുടെ ഇതങ്ങ് പോയി, മൈൻഡ് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ എന്നെ കൊണ്ടുവന്നില്ല അന്ന് എയർപോർട്ടിൽ. അദ്ദേഹത്തിന് മോടെ കല്യാണമാണ്. കല്യാണത്തിന് ഇദ്ദേഹം അന്ന് അവിടെ നിന്ന് വൈകിട്ട് അന്നാണ്, ആരും ഇല്ലാത്ത ഒരു സമയമാണ്. സന്ധ്യയാകാറായി. അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമോ ഒരാൾ വന്നിട്ട് വാദം പറഞ്ഞ ചാടി എന്നെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയി 1.5 ദിവസം ഓടി. 1.5 ദിവസം ഓടിയപ്പോഴാണ് റോഡ് കാണുന്നത്. അങ്ങനെ റോഡിലെത്തി. അപ്പോഴത്തേക്ക് അങ്ങ് കുഴഞ്ഞ് കാലിലൊക്കെ പൊട്ടി. ഒരു കല്ലിൻ്റെ ചെറിയ കല്ലൊക്കെയാണ് അതിൻ്റെ പുറത്തിലൊക്കെ ഓടിയത്. അത് ഓടിയത് കൊണ്ട് അല്ലെങ്കിൽ എത്രയും എത്തത്തില്ല. അപ്പോഴും അന്ന് എന്നെ ഈ വന്ന റൂട്ട് എനിക്കറിയാം. പക്ഷെ അതിലൂടെ അദ്ദേഹം പിന്നെ വരുന്ന രീതിയിൽ പിടിച്ചു പോയാൽ പിന്നെ അതുകൊണ്ട് പ്രശ്നം അതുകൊണ്ട് വേറെ റൂട്ടിൽ കൂടെ പോയത്. പക്ഷെ അത് പോയിട്ടും ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ അങ്ങ് പോവുക. ഏതായാലും ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എൻ്റെ ആ പ്രാർത്ഥനയുടെ വലുപ്പം കൊണ്ട് എന്നെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അങ്ങനെ റോഡിൽ ചെന്നിങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു 5 റിയാൽ തന്നു. ആദ്യമായിട്ട് ഞാൻ അന്നേരം റിയാൽ കാണുന്നു. അവിടുത്തെ റിയാലാണ് ഞാൻ ആദ്യമായിട്ട്. 5 റിയാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് റിയാദ് ബെറ്റ എന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും വണ്ടിക്ക് കഴിവാണെങ്കിൽ റിയാദ് ബെറ്റ എന്ന് പറഞ്ഞാൽ മതി. അറബിയിലാണ് പറയുന്നത്. പക്ഷെ അത് എനിക്ക് അന്നേരം പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ അന്നേരം ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ആ പോക്കങ്ങ് പോയതാണ്. പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് പിന്നെ ഞാൻ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ചിട്ടൊന്നും വണ്ടിയൊന്നും നിർത്തുന്നൊന്നുമില്ല. അപ്പോഴ് ഇങ്ങനെ ഒരു വണ്ടി ഞാൻ കൈപോലും കാണിക്കാതെ വണ്ടി കണ്ടാൽ ഞാൻ കൈ കാണിക്കത്തില്ല. അതേപോലത്തെ ഒരു നല്ല ഒരു വണ്ടി, ഒരു കൂടിയ ഒരു വണ്ടിക്കകത്തൊരു അറബി ഇങ്ങനെ വന്നിട്ട് അവിടെ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളം അദ്ദേഹം തന്നെനിക്ക് തന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. അത് കുടിച്ച് കുറച്ച് അണ്ടിപ്പറ്റും ബദാമും എല്ലാം തന്നതൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടാൽ അടുപ്പിക്കത്തില്ല. അതേപോലെ സ്മെല്ലും ഇതൊക്കെ ആയിട്ടിരിക്കുവാണ്. ഏതായാലും അയാൾ പുറത്തേക്ക് കേട്ട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിയാദ് ബെറ്റയെന്ന് പറഞ്ഞു. നമുക്ക് ആ വണ്ടിക്കകത്തൊന്നും തൊടാൻ പോലും പറ്റാത്ത ഇതാണ്. കാരണം അദ്ദേഹം വലിയൊരാളാണ്, അത്രയ്ക്ക് വലിയൊരാളാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇതുപോലെ കയറ്റി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇരുന്ന് ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് ഒരുപാട് ഓടണം വണ്ടി, ഒത്തിരി ഓടി. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം അത്. വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ അവരടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ചയാണെന്നുള്ള. കാരണം അന്ന് 1,00,000 ആൾക്കാരുണ്ട്. ബെറ്റ എന്ന് പറയുന്ന ഒരു വലിയ ടൗണാണ്, റിയാദിൻ്റെ ബെറ്റ. പക്ഷേ റിയാദിൻ്റെ തലസ്ഥാനമല്ലേ ബെറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1,00,000കണക്കിന് ആൾക്കാർ. വ്യാഴാഴ്ച അവർ ഈ വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടി വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ച് അവിടെ സാധനം മേടിക്കാനൊക്കെ വരുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. അവിടെ ചെന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നുണ്ട്. എന്നെ നോക്കുന്ന തൊട്ടടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലുകാരനുണ്ട് അടുത്ത്. ആ ഹോട്ടലുകാരൻ എന്നെ വിളിച്ചകത്ത് കയറ്റി.
കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് ഭക്ഷണമൊക്കെ വേറെ കുറച്ച് ഭക്ഷണമൊക്കെ തന്നു. ഈ വണ്ടി ഓടിച്ചു വന്ന അറിവ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ അവിടെ കൊണ്ട് വിട്ടിട്ട് അദ്ദേഹം സലാം പറഞ്ഞിട്ടൊക്കെ പോയി, അങ്ങ് പോയി. പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ അകത്ത് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ആരെങ്കിലൊക്കെ നമുക്ക് പിന്നെ സഹായിക്കാൻ ആളായില്ലേ. അപ്പോൾ മലയാളികൾ തന്നെ കൂടുതലും അവിടെ. അപ്പോൾ കോഴിക്കോട്ടുകാരല്ല ഒട്ടുകാര്. അപ്പോൾ ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് കൗണ്ടറിൽ ഇരിക്കുന്നത്. അദ്ദേഹം മറ്റടുത്ത് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ തന്ന് വേറെ വെച്ച് പൊറോട്ടയൊക്കെ ആദ്യമായിട്ട് കഴിക്കുകയുള്ളൂ. ആർത്തിയോടൊക്കെ കഴിച്ച് പിന്നെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ രക്ഷപ്പെട്ടില്ലേ, ഇനിയിപ്പം നാട്ടിലെത്തണം, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ളത് നമുക്ക് ആ വെപ്രാളമല്ലേ. അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ പുള്ളി വരുന്നതിൻ്റെയൊക്കെ ചോദിച്ച് ആരുടെയെങ്കിലും അഡ്രസ്സോ ബന്ധുക്കളോ എല്ലാം ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായാലും ഞാൻ കയ്യിലെടുത്ത്, ആ പേഴ്സ് ഞാൻ കയ്യിലെടുത്ത് പോക്കറ്റ് വെച്ചതുകൊണ്ട് അഡ്രസ്സ് കിട്ടിയതുകൊണ്ട് അവർ ഇയാൾ തന്നെ, ഈ ഹോട്ടലുകാരൻ തന്നെ ഒരു കാറ് വിളിച്ചു. മലയാളികളൊക്കെയാണ് ഓടിക്കുന്നത്, ടാക്സി വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ ഇന്ന നമ്പറിൻ്റെ അവിടെയൊക്കെ ഈ നമ്പരൊക്കെ ആണ് റൂമിനേക്കാണ്, അപ്പോൾ അവിടെ കൊണ്ട് വിട്ടു കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പൈസയും കൊടുത്തു. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകണ്ടായിരുന്നു, കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് വിട്ടുവന്നപ്പോഴാണ് നമ്മളെ കൊണ്ടുപോയ ആൾക്കാരുടെ റൂമിൽ തന്നെ അടുത്താണ് കൊണ്ടുവിട്ടത്. ഇവിടെ നമ്മുടെ ബന്ധുക്കാരെല്ലാം ഉണ്ട്. ഇതറിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരെല്ലാം പെട്ടെന്ന് അവിടെയുള്ള അവരെല്ലാവരും വിളിച്ചറിയിപ്പിച്ചു, ഇതുപോലെ ആളെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ കൂടി പെട്ടെന്ന് എൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് കാലൊക്കെ പൊട്ടിയങ്ങ്, അങ്ങനെ മരുന്നൊക്കെ കാലെ വെച്ച്. അപ്പോൾ പിന്നെ അങ്ങ് ഒന്നുമില്ല, അസ്ഥിവളം പോലെ ഇരിക്കുമോ. പെട്ടെന്ന് പിന്നെ അന്നേരം എൻ്റെ ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇതുപോലെ സംഭവങ്ങളൊക്കെ ഭാര്യ പ്രസവിച്ചായിരുന്നു, ആരാങ്കച്ചായിരുന്നു, ഇപ്പോൾ 2 വയസ്സ് കഴിയാറായി എന്നൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷമായി. പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വരണമെന്നുള്ള ചിന്തയായി. അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും വരാനൊക്കത്തില്ല, നമുക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പോലീസ് പിടികൊടുക്കാതെ വരാനൊക്കത്തില്ല. അങ്ങനെ എൻ്റെ ആ അളിയൻ ടിക്കറ്റ് എടുത്ത് ഇതുപോലെ എനിക്ക് പോകണമെന്നപ്പോൾ ബഹ്റൈനിലുള്ളൊരു അളിയൻ ടിക്കറ്റ് എടുത്തിട്ട് അയച്ചു കൊടുത്തു, അവിടെ ബന്ധുക്കാരുടെ വഴിയിൽ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിടികൊടുക്കാനെന്താ പിന്നെ അന്ന് നമ്മളെങ്ങനെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പിടിക്കുന്നില്ല. അതിനൊക്കെ അല്ലാതെ റോഡിൽ നിൽക്കുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരുടെ ഇത് മേടിച്ചിട്ട് എല്ലാം മേടിച്ച് നോക്കിയിട്ട് ഇല്ലാത്തവരൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. നമ്മളെങ്ങനെങ്കിലും ഒന്ന് പിടിക്കട്ടെന്ന് പറഞ്ഞ് അവിടെ പിന്നെ ഞാൻ നേരിട്ട് സ്റ്റേഷനിൽ ചെന്നാണ് പിടികൊടുത്തത്. അങ്ങനെ പിന്നെ പിടികൊടുത്ത് അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ തല അങ്ങ് മുട്ടയടിക്കും. തല മുട്ടയടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റി അങ്ങ് വിടും. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരടി കിട്ടും പോലീസുകാരുടെ. അത് ഒരടിയല്ല, 10 അടി കിട്ടിയാലും നമുക്ക് നാട് കാണുന്ന വെപ്രാളത്തിനുള്ള ആ ഇതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോഴെന്താ ഇവിടുന്ന് അങ്ങ് നീളത്തിന് സെക്ഷനിൽ ഓരോ സ്ഥലക്കാർ, ഇന്ത്യക്കാരുടെ ഒരു സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ പാകിസ്ഥാനികളും ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരേ വലിയ ഹാള് പോലെ കിടക്കുവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മലയാളികളാകുമ്പോൾ മലയാളികളുടെ യൂണിയൻകാരെല്ലാം കൂടെ അവിടുത്തെ എല്ലാം പിന്നെ അങ്ങ് പരിചയപ്പെടുക. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് പെട്ടെന്ന് വന്നില്ല. നമ്മൾ തിരുവനന്തപുരത്തുകാരും കരുനാപ്പള്ളിക്കാരും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ ചെന്ന ഭക്ഷണത്തിൻ്റെ കാര്യം പറയാമെന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഭക്ഷണമാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ പാല്, ഫ്രൂട്ട്സ്, പിന്നെ ചായ, പിന്നെ 10 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കാനുള്ള കുബൂസും കറി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ട് തരും. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ കഫ്സ ഒന്നീ ബീഫാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒട്ടകം, ഒരു കോഴി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒട്ടത്തിൽ അസ്ഥി കഴിക്കുന്നത് ജയിലിൽ വെച്ചാണ്. പിന്നെ എനിക്ക് അന്നേരം പിന്നെ ആ ജയിലിൽ പെട്ടെന്ന് പോകണ്ടെന്നായി. പോകാൻ തോന്നുന്നില്ല. കാരണം അവിടെ ഇച്ചിരികൂടെയൊക്കെ ഒരു ആരോഗ്യം വെക്കാം, അവിടെ കിടന്ന് ഇച്ചിരി വെക്കാമെന്നൊക്കെ വെച്ച്. പിന്നെ ടിക്കറ്റ് വന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസി വരാതെ നമുക്ക് അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാം പുറത്തിറക്കിയിട്ട് ഇങ്ങനെ ചെക്കിങ് ഉണ്ട്. ഇന്ന ആൾ എവിടെ നിന്ന് വന്ന ഏത് അറബികളത്തും ചാടി വന്നതാണെന്നുള്ളൊരു ചെക്കിങ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പോലെ ഒരാളാണ് എന്നെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ എടുക്കുന്നത് അദ്ദേഹം എൻ്റെ അറബി അല്ല, സ്പോൺസർ അല്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങ് പോയത്. അതേ അന്നേരം ഭയങ്കര കിരിയിലാന്ന് പറയ്ക്കുക. പിന്നെയും പിടിച്ചുകൊണ്ട് ആരും കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. പിന്നെ പിന്നെ അവര് നമ്മൾ ഇങ്ങോട്ട് വിടത്തൊന്നുമില്ല. പിന്നെ അങ്ങനെ ജയിലിൽ 9 ദിവസം കിടന്നു. അങ്ങനെ ഇന്ത്യൻ എംബസി വരുമ്പോൾ നമുക്ക് ഒരു പേപ്പർ തരും, ഇന്ന ദിവസത്തേക്ക്. പിന്നെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഇന്ന ദിവസത്തേക്ക് ആ ടിക്കറ്റ് എന്നും പറഞ്ഞു. അങ്ങനെ
9 ദിവസം അടിച്ചു പൊളിച്ച് അവിടെ അകത്ത് നല്ല അനുഭവം. നല്ല ജയിലിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അനുഭവന്റെ വിപരീതമായിട്ടുള്ള എല്ലാ ഫുഡും നല്ല പെരുമാറ്റവും എല്ലാം. നമ്മളതിന്റെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. കാരണം നമ്മുടെ തെറ്റ് നമ്മുടെ പാസ്പോർട്ട് ഇങ്ങനെ പോയി എന്നുള്ള തെറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല രീതി എനിക്ക് പിന്നെ ജയിലിൽ കുറച്ച് ദിവസം കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം വരെ തോന്നിപ്പോയി. കത്തുപോലത്തെ ഇതായിരുന്നു അവിടെ അതിനകത്ത്. അങ്ങനെ 9 ദിവസമായപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഞാൻ വന്ന് പിന്നെ വേറെ കരുനാപ്പള്ളിയുള്ള പയ്യനുണ്ട്, തിരുവനന്തപുരത്തുള്ള 3-4 പേരുണ്ട്. എല്ലാം ഈ പാസ്പോർട്ടിൻ്റെ ചെറിയ ചെറിയ കേസുകളാണ്, അല്ലാതെ വലിയ കേസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ഒരു ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഒരു 60 പേരെ ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് അവിടെ വെച്ച് നമ്മുടെ ഇതെല്ലാം കഴിച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ അവിടെ എയർപോർട്ടിൽ ചെന്ന് പിന്നെ നമുക്ക് ചെക്കിംഗ് ഒന്നുമില്ല. നമുക്ക് ഇന്ത്യൻ എംബസി വന്ന് ഈ പേപ്പർ വന്നിട്ട് അതെല്ലാം അങ്ങനെ പിടിച്ച് പോവില്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുവന്ന് ബസ്സിനകത്ത് 2 പേരെ വീതം ബലം കിട്ടാ കൊണ്ടുപോകുന്നു. എങ്ങനെയൊക്കെ നാട് പിടിക്കാൻ നമ്മൾ കാത്തിരിക്കുന്നത്. അത് അവരുടെ രീതി ആവുന്നില്ല. അവരുടെ നിയമമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ 2 പേരെ വീതം ഇങ്ങനെ ബലം കിട്ടിയേക്കുവാണ്. ഇത് സീറ്റിലിരുത്തിയേക്ക് എന്നിട്ട് എയർപോർട്ടിനകത്തോട്ട് ഇങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്ന രീതിയിൽ അങ്ങനെ അകത്തോട്ട് അങ്ങ് വിടുക. വേറെ പുറത്തൊന്നും നമുക്ക് യാതൊരു ചെക്കിങ്ങും ഒന്നുമില്ല. അന്നേരമാണ് നല്ല രീതിയിൽ ശ്വാസം വിടുന്നത്. നീ നമുക്ക് എന്തായാലും നമ്മുടെ നാട് കാണാൻ പോകാന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഭയങ്കര സന്തോഷമാണ് അന്നേരം. അങ്ങനെ നമ്മൾ ബോംബെ ചെന്ന് ഇറങ്ങിയപ്പോൾ പൈസ ഇല്ല. ഇങ്ങോട്ട് വരണ്ടേ, ബോംബെ നിന്ന് വരാനുള്ള പൈസ ഇല്ല. പക്ഷേ എന്തായാലും കരുനാപ്പള്ളിയിലുള്ള പയ്യൻ്റെ അവൻ്റെ കുറച്ച് പൈസ അവൻ ഷോക്സിനകത്ത് അങ്ങോട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്യും സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും പൈസ ഒന്നും കൊണ്ടുവരത്തില്ല. അങ്ങനെ അവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും 3-4 പേർക്ക് അവൻ ആ ടിക്കറ്റ് എടുത്ത്. അതുകൊണ്ട് ഞാൻ അന്നേരം കായംകുളത്ത് വന്ന് ഇറങ്ങിയിട്ട് തലയൊക്കെ മുട്ടയടിച്ച ഇച്ചിരി ഇതൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. എന്നിട്ടാണ് പിന്നെ ഞാൻ രാത്രി ഇവിടെ വീട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അപ്പുറത്ത് ചെറിയൊരു ജ്യേഷ്ഠൻ്റെ വീടായിരുന്നു. അപ്പം നമ്മൾക്ക് അന്ന് ഞാൻ പോകുമ്പോൾ 5 സെൻറ്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് പോയത്. പിന്നെ വീടൊന്നും ഒന്നും അതെല്ലാം പോയില്ലേ. അങ്ങനെ അവിടെ വരുമ്പോൾ ബാപ്പ വന്നുണ്ട്. ബാപ്പ അന്നേരം നേരത്തെ പറഞ്ഞുകൊണ്ട് മുന്നേ നിൻ്റെ ബാപ്പ വന്നടാന്ന് പറഞ്ഞ് ബാപ്പ ഇങ്ങനെ പറയുമ്പം ഇപ്പം ചെറുക്കം വന്നു. ഇങ്ങനെ ഇച്ചിരി ഇത്രയുണ്ട്, 2.5 വയസ്സായി, അത്രയുണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ ബാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ എന്തേ നിൻ്റെ ബാപ്പ വന്നത്, എൻ്റെ ബാപ്പ ഒന്നും അല്ലെന്നും പറഞ്ഞൊരു മുട്ടയടിച്ച ഒരാളാണെന്ന് പറഞ്ഞ് തിരിച്ചാകുമ്പോൾ പോയി. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞാൻ ആദ്യമായിട്ട് കാണാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു മുട്ടായി പോലും അവന് കൊണ്ട് കൊടുക്കാൻ 2 വർഷത്തിലും ഗൾഫിൽ നിന്നിട്ട് ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികമായിട്ട് അന്നേരം ഒരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം വന്ന് കാണാൻ അന്ന് അതൊക്കെ ഇപ്പം ഇല്ല, എല്ലാവരും മരണപ്പെട്ടു പോയി. ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം വന്ന് കാണാനൊക്കെ വന്ന് ഞാൻ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ റൂമിൽ ഒക്കെ ഇങ്ങനെ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടി വീണ്ടും പഴയ രീതിയിൽ പണിക്ക് പോകാൻ തുടങ്ങി. നമ്മുടെ പഴയ പണിക്ക് തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നെ ഒരു കുട്ടിയും കൂടെ ആയി. 2 കുട്ടിയായി. അന്നേരം 5 വർഷം കടന്നുപോയി. 5 വർഷം കടന്നു പോയപ്പോൾ പിന്നെ നമ്മുടെ ഭാര്യയുടെ ആങ്ങളെ പറഞ്ഞ അളിയാൻ ഇങ്ങനെ നിന്നാൽ അങ്ങനെ. അപ്പം പിന്നെ ഇനിയിപ്പോൾ 2 കുട്ടികളായി, വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാനൊരു വിസ എടുക്കാം, അതിനൊന്നും വാന്ന് പറയും. ഇപ്പോൾ അവിടത്തെ പോലെ ഒന്നും എന്തായാലും വരത്തില്ല, അതുകൊണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അന്നേരം പോകാൻ താല്പര്യമുണ്ട്. കാരണം ഇവിടെ നമ്മളെ ഇന്നാലും ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. അന്നൊന്നും ജോലി തന്ന് ജീവിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നിട്ട് എന്ത് ജോലിക്ക് പോയായിരുന്നു? പിന്നെ നമ്മൾ മീനിൻ്റെ പരിപാടി തന്നെ. പൊങ്ങലല്ല, എനിക്ക് അന്നേരം എൻ്റെ പാപ്പാക്കൊക്കെ മീൻ ഉണക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാ പൊങ്ങല പണിക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ സീവാൾ വന്നപ്പോൾ ആ പണി അങ്ങ് നിന്നുപോയി. പിന്നെ മീനുണക്കൊന്നും നടക്കത്തില്ല. അങ്ങനെ നിന്ന് ഈ അളിയൻ ഇതുപോലെ വിസ എന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഇനി പോകണ്ട, നമുക്കുള്ളത് കൊണ്ട് തന്നെ ജീവിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്തായാലും നമ്മൾ പിന്നെ ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ അടുത്ത് എത്രയാണെന്ന് നിൽക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്താൽ ഇങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ദിവസങ്ങളിങ്ങനെ എന്തായാലും അളിയൻ വിസ അയച്ച് പിന്നെ സമ്മതിച്ച് അങ്ങനെ ബഹ്റൈനിലേക്ക് പോകുന്നത്. ബഹ്റൈനിലേക്ക് പോയി അളിയനൊരു വിസ അയച്ചൊന്നും ബഹ്റൈന് ഫ്രീ വിസ ആയിരുന്നു. അങ്ങനെ പോയി 2-3 ദിവസം അളിയൻ്റെ കൂടെ ഒക്കെ നിന്നപ്പോൾ അവിടെ അളിയൻ തന്നെ ഏർപ്പെടുന്നത് കൊണ്ടുപോയി ഒന്ന് കൂട്ടിക്കൊണ്ടൊക്കെ പോയാൽ പിന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതൊക്കെ ഉള്ള രീതി തന്നെയായി. അങ്ങനെ അളിയൻ്റെ ഒരു കൂട്ടുകാരൻ സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സുനിൽ. അപ്പോൾ അളിയൻ ഒരു ചെറിയ സ്റ്റുഡിയോ അവിടെ നടത്തുന്നത്.
അപ്പോൾ എൻ്റെ ഒക്കെ അന്നേരം 2-3 ദിവസമായപ്പോൾ അളിയൻ്റെ പറഞ്ഞ് ഇതുപോലെ സുനിലെന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരാൾ അവിടെ വരും, കടയിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ജോലിയുടെ കാര്യത്തെ പറ്റി പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിതുപോലെ ചെന്ന് ആ പുള്ളിയുടെ ചെന്ന് ചോദിച്ചു, ഇതുപോലെ സുനിലേട്ടാ ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നതാണ്, 2-3 ദിവസം ആയതേ ഉള്ളൂ, എനിക്ക് ജോലി ഒന്നും ആയിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ ഒപ്പിച്ച് തരണേന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് ആ സുനിലേട്ടൻ പറഞ്ഞ് എൻ്റെ കയ്യിലൊരു ജോലി ഉണ്ടടാ, അത് നീ ചെയ്യത്തില്ല എന്നെ അടുക്ക പറഞ്ഞു. അന്നേരം ഞാൻ സുനിലേട്ടൻ്റെ അടുത്ത് ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞ് ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അത് വേറെ ചോദിച്ചത് ഇദ്ദേഹം എന്ത് ജോലിയാന്ന് ചോദിച്ചു. അന്നേരം ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കരഞ്ഞു പോയിട്ട് ഇതുപോലൊക്കെ സംഭവമായിരുന്നു, ഞാൻ ഒന്നുമില്ലാതെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇപ്പം വീടും ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെ വരാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബുദ്ധിക്ക് തന്നെ വലിയ ഇതായിപ്പോയി. അയാൾ US നേവിക്കകത്ത ജോലി ചെയ്യുന്ന അവിടുത്തെ അമേരിക്കൻ്റെ ബഹ്റൈനിൽ. അപ്പം അവിടെ ചെന്ന് ജോലിക്ക് തന്നെ പറഞ്ഞിട്ട് ഞാൻ പാസ്സൊക്കെ അവിടെ കയറണമെങ്കിൽ പാസ്സൊക്കെ വേണം, കാരണം മിലിറ്ററിയുടെ ക്യാമ്പാണ്. അപ്പോൾ പാസ്സൊക്കെ റെഡിയാക്കി ഇട്ട് ഞാൻ പിന്നെ എന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അതിനെ കൊണ്ടുപോയി. പാസ്സൊക്കെ റെഡിയാക്കി തന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് കയറ്റിക്കഴിഞ്ഞ് ഇതുപോലെ ഈ സുനിലേട്ടൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമീനും അവിടെ തന്നെ ആ കമ്പനി വേറെ ഒരു കമ്പനി ജോലി ചെയ്യുക, അതിനകത്ത് തന്നെയാണ് പുള്ളി, അതിനകത്ത് തന്നെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം സുനിലിൻ്റെ അറിയാം, അദ്ദേഹം 5ാമത്തെ നോവലെഴുത്തുകാരനാണ് ഈ ബെന്യാമീൻ സാറ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ഇതുപോലെ അയാളുമായിട്ട് വന്ന് പരിചയപ്പെടുത്തി തന്നു. ഞാൻ ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ ഇനി ആ കഥയെ പറ്റി ഞാൻ മറന്ന കാര്യമാണ്, ഇനി അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പറഞ്ഞങ്ങ് വിട്ട്. പിറ്റേന്നും എന്തൊക്കെ ഇതുപോലെ വന്നിട്ട് പിന്നെ സുനിലേട്ടൻ നിർബന്ധിച്ചു ഇതുപോലെ അത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം അല്ലേ എന്നെ അവിടെ ജോലിക്കും കയറ്റി. അപ്പം ഞാൻ പിന്നെ അങ്ങനെയാണ് കഥ പറയുന്നത്. അങ്ങനെ കഥ പറയുമ്പോഴും അതൊരു സിനിമ ജോലി ഇത് നോവലാവുമെന്നൊന്നും എൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ 5-8 മാസത്തോളം എൻ്റെ പുറകെ ഞാൻ അവിടുത്തെ ഈ US നേവിക്കകത്ത് ആക്രി പറക്കുന്ന രാജകീയ സുഖമായിട്ട് ജോലിയാണ്. ഈ ആക്രി പറക്കുന്ന പണിയാണെങ്കിൽ നല്ല സുഖ ജോലി. പിന്നെ നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എല്ലാം നല്ല നല്ല സംഭവങ്ങളാണ് കിട്ടുന്നതെല്ലാം, സന്തോഷങ്ങളെല്ലാം കിട്ടുന്നതൊക്കെ. അങ്ങനെ 8-8 മാസം കൊണ്ട് എൻ്റെ പുറകെയാണെന്നാണ് ഈ കഥ എഴുതുന്നത്. കഥ എഴുതി ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒന്നൊരു ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ പശ്ചിമത്തെ ബുക്ക് എനിക്കാതായിരുന്നു, ആ ബഹ്റൈനിൽ വെച്ച് ഒരുപാട് പേര് പരിപാടി വെച്ച് ആ ബുക്ക് പ്രകാശനം ചെയ്തത്. അപ്പോൾ തന്നു. അങ്ങനെ ഞാൻ വായിച്ച് അങ്ങനെയാണ് വീട്ടുകാർ ഇതിനെപ്പറ്റി എല്ലാം നല്ല കറക്റ്റായിട്ട് അറിയുന്ന അന്നേരമാണ്. അന്നേരം പിന്നെ അവിടെ ലോകം മൊത്തം ഇങ്ങനെ അല്ലാണ്ട് ഒരു പരിപാടിക്കൊക്കെ ഇങ്ങനെ അതുപോലെ അവിടെ ബഹ്റൈനിലൊക്കെ നമ്മളൊക്കെ വരെ പാർട്ടികളും പരിപാടികളും ഒക്കെ കിട്ടി ഞങ്ങൾ 2 പേരുടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ ഫേമസ് ആകുന്നത്. പിന്നെ ചാനലുകാരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കാണാനും ഒക്കെ വന്ന് പിന്നെ 2-3 പ്രാവശ്യം ഞാൻ ലോക കേരള സഭയിൽ വന്നിട്ടുണ്ട് ബഹ്റൈനിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്നിപ്പോൾ ഒരു പ്രാവശ്യം പരിപാടിക്ക് കാണാൻ പോയി ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ്. അങ്ങനെ അത് കഴിഞ്ഞ എല്ലാം നല്ല നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ടും നമ്മളന്നേരം ഇങ്ങനെയൊക്കെ സിനിമ ആകുമെന്നും ഒന്നും നമ്മുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. ഇല്ല. പിന്നെ പുള്ളി അവിടെ നിന്ന് പിന്നെ നേരെ ഇത് നോവലിൻ്റെ ഇതൊക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് ഡിസൈൻ ചെയ്തിഞ്ഞ് പോകുന്നു. അപ്പം ഇവിടെ പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ സിനിമയ്ക്കായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ട് ബസ് സാറിനെ ഒന്ന് കാണണമെന്ന് അങ്ങനെ പോയി. ഞങ്ങൾ 2 പ്രാവശ്യം സാറുമായിട്ടെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച് അപ്പോഴ് പിന്നെ അങ്ങനെ സിനിമ ആയപ്പോഴും പിന്നെ ആൾക്കാർ പിന്നെ അതിനെക്കാട്ടി ഒരുപാട് എല്ലായിടും രാജ്യങ്ങളിലെല്ലാം ആൾക്കാരെ വിളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ സിനിമ ആയപ്പോൾ സിനിമ റിലീസിൻ്റെ അന്ന് ഞാനും അന്ന് നോയമ്പുമായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. അതിന് മുമ്പ് നമ്മുടെ ഒരു മോൻ്റെ കുട്ടി മരണപ്പെടുകയും ചെയ്തു ഒരു 2 വർഷത്തിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഞങ്ങളാരും പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് അവരെല്ലാവരും നിർബന്ധിച്ചാണ് ഞാൻ എറണാകുളത്ത് സിനിമയ്ക്ക് പോകുന്നത്. അവിടെ ലക്ഷക്കണക്കിന് ചാനലുകാരും ആൾക്കാരോട് ബഹളം. എറണാകുളത്ത് ലുലുവിൻ്റെ അപ്പുറത്തെ ഒരു സിനിമ തിയേറ്ററായിരുന്നു, അവിടെ അറിയാമായിരുന്നു. അവിടെ ആയിരുന്നു നമ്മൾ പോയി കണ്ടത്. അങ്ങനെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ഞങ്ങളവിടെ കയറി, ഞാനും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ ഇപ്പം സിനിമ ഇറങ്ങിയാൽ പിന്നെ ഇനി പോകാനങ്ങ് 2-3 സ്ഥലത്ത് ഗൾഫിലൊക്കെ പോയി. ജനം അങ്ങയുടെ ആ ജീവിതത്തെ ഏറ്റെടുത്തായിരുന്നു. അപ്പം
എനിക്ക് ഇതിന് മുമ്പ് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മാത്രം ഇങ്ങനെ ഈ കഥ പറഞ്ഞ വല്യാമി സാർ എഴുതിയോണ്ടാണ് നമ്മുടെ കാര്യം ഇങ്ങനെ പുറത്ത് വന്നത്. അപ്പം സിനിമ ഒക്കെ വിജയിച്ച് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എറണാകുളത്ത് വെച്ച്. അപ്പോൾ അതിന് ഞാനും വൈഫ് കൂടെ പോയി. ഞങ്ങൾ പാർട്ടിയിലെല്ലാം പങ്കെടുത്ത് ഞാൻ സന്തോഷമായിട്ടൊക്കെ വന്ന്. അപ്പം ഇതിലെല്ലാം ഇച്ചിരി പൈസ ആണ്. അതിനിപ്പോൾ 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പം ബാക്കി ഇനിയിപ്പോൾ ഇത് വിൽക്കാനേ നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് ആരും മേടിക്കാനല്ല. അപ്പം അങ്ങനത്തെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുവാണ്. കാരണം ഇത് വിറ്റാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ വീട് വെക്കാനാകും. ഇപ്പോൾ ഈ വഴിയില്ലാത്തൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. അന്ന് ഇങ്ങനെ വാങ്ങിച്ചെങ്കിലും വഴിയില്ലാതായിപ്പോയി. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. എന്തായാലും ഇത്രയേറെ ഈ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ ഈശ്വരൻ അനുഗ്രഹിച്ചതാണ് അങ്ങേ. അതെ ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ചതാണ്, അല്ലാതെ ഒന്നുമില്ല. കാരണം അത് ഞാൻ രക്ഷപ്പെടുത്തുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ആ ഈശ്വരൻ തന്നെ അതിന്റെ വഴി കാരണം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ തന്നിട്ടുണ്ട്. ഇതുവരെ ഈ അത്രയും ആ അനുഭവത്തിൽ നിന്ന് ഈശ്വരൻ ആ നബി എന്ന ആടിന്റെ രൂപത്തിലെങ്കിലും വന്ന് അതുമൂലം ഒരു പിന്നെ പരിചയമില്ലാത്തൊരു വ്യക്തി കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി അവിടുന്ന് പിന്നെ ഒട്ടും പരിചയമില്ലാത്ത മറ്റൊരു നമ്മളിപ്പോ അത് പറയണമെങ്കിൽ നമ്മളിപ്പം ആ രാജ്യം ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ആൾക്കാരും അവിടെ നല്ല ഭരണം എല്ലാമാണ്. പക്ഷെ ഇങ്ങനെ ഒരു 1-2 ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുടെ കൂടത്തെ ഒരു 5% ആൾക്കാർ ഇത്തരം ഈ ഇങ്ങനൊക്കെ ഉണ്ട്. അത് അവര് അവിടുത്തെ ഭരണാധികാരികളും മറ്റൊരു ആരും അറിയുന്നില്ല. ഈ സംഭവങ്ങളൊന്നും അറിയത്തേ ഇല്ല. അറിയാൻ അവർക്കൊന്നും വന്ന് എത്തിപ്പെടാനൊക്കത്തില്ല. അതേപോലത്തെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ നടന്നെങ്കിൽ ഇന്നിപ്പം എല്ലാം നല്ല രീതിയാണ് അവിടെ. ഇപ്പൊ അതിനെപ്പറ്റി എല്ലാവരും പോയി ചെക്ക് ചെയ്യാനും നമ്മുടെ അത് തന്നെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ പ്രവാസികൾ തന്നെ അവർ തന്നെ ഒരു ടാങ്ങായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ടുപിടിക്കാനും അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാനും ഒക്കെ ഇപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ റിയാദ് സർക്കാരിന് തന്നെ ഈ ഒരു സംഭവം മാറ്റത്തിന്റെ അതെ അത് അവരെയൊക്കെ ഇപ്പോൾ അവരെ പരങ്ങളുള്ളവരെയൊക്കെ പോയി അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ഒരു പാഠം എല്ലാവർക്കും ആവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ പോകുന്നവർക്കൊക്കെ കാര്യ സുഖമാണ്. കാരണം ഇപ്പം ഒരു മൊബൈലുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകടത്തിൽ നമ്മൾ ഒരിക്കലും പെടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകുന്നവർക്കെല്ലാം നല്ല സുഖം തന്നെയാണ്. അതായത് ഈ പിന്നെ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനം അതുകൊണ്ട് ഇപ്പൊ സ്ഥലം വരെ വാങ്ങി. ഇവിടെ നമ്മളൊരു കോടീശ്വരനാണെന്നാണ് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും പറയുന്നത്. നമ്മള് കോടീശ്വരനാണെന്നാണ്. പക്ഷേ നോക്കുമ്പോ ജനങ്ങൾ നോക്കുമ്പോൾ അതെ എനിക്കിപ്പോ പൃഥ്വിരാജ് ഇച്ചിരി പൈസ ആണ്, പിന്നെ റഹ്മാനും ഇച്ചിരി പൈസ തന്നു. അല്ലാതെ കോടീശ്വരനൊന്നും കോടികളല്ല, അരക്കോടിയല്ല, 1 കോടിയൊന്നും നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഇത് കിട്ടിയതിന് ഇപ്പൊ 8 സെന്റ് സ്ഥലം മേടിച്ചു. അത് മാത്രം നമുക്ക് ഈ സിനിമ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കോടിയൊന്നും കിട്ടിയിട്ട് തോന്നിയില്ല. ആൾക്കാരും ജനങ്ങളും ഒക്കെ എന്നിട്ട് നമ്മളെ ആൾക്കാർ പറയുന്നത് ഇപ്പൊ കോടിയായി കഴിഞ്ഞപ്പോൾ പ്ലാനൊക്കെ മാറിയല്ലോ, നമ്മൾ അവരുടെ ബുദ്ധിമുട്ടിന് നമ്മൾ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ലെന്നൊക്കെ ഉള്ള അവർക്കും ഇങ്ങനെ സുഖമില്ലാതെ ഒരു അസുഖം വന്ന് കിടക്കാം. അപ്പൊ എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതാണ്. നമ്മളെ കൊണ്ട് ഒക്കുന്ന കൊടുക്കും. അല്ലാതെ ഇപ്പം നമ്മൾ അതിൽ നിന്ന് കൊടുത്ത് ഇപ്പം നമ്മുടെ ഇപ്പം ഈ ബസ് മേടിച്ചതായിട്ടും ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് യാതൊരു ഇതുമില്ല. എന്തായാലും അങ്ങയുടെ ആഗ്രഹം ഈ അനുഭവത്തിൽ നിന്ന് ഈശ്വരൻ ഇതുപോലെ കൊണ്ടുവന്നത് പോലെ ഇനി ഒരു നല്ല വീട് വയ്ക്കുക എന്നുള്ള ആഗ്രഹം ജഗദീശ്വരൻ സാധിച്ചു തരുമാറാകട്ടെ എന്ന് ഈ ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടിയും ഇതിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയും അങ്ങയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും. താങ്ക് യു സാർ. നന്ദി. നമസ്കാരം.